ഹലോ കൂട്ടുകാരെ, ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ വന്നതാണ്. അങ്ങനെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അവന് കുറേ ഗെയിം സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വീട്ടിലോട്ട് പോയത്. അപ്പോൾ നമ്മൾ വൈകുന്നേര സമയത്തൊക്കെ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ തന്നെ ഇരുന്ന് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പം രാവിലെ കാപ്പിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കായിരുന്നു കേട്ടോ. ഫുള്ള് നല്ലൊരു സദ്യ തന്നെ ഉണ്ടാക്കി മോനും കൊടുത്ത് നമ്മളെല്ലാവരും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ രാത്രിക്ക് തന്നെ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ച് കേട്ടോ. പിന്നെ രാവിലെ എണീറ്റ് ഇതങ്ങ് ചെയ്താൽ പോരെ. അപ്പം പെട്ടെന്ന് നമ്മുടെ ജോലികൾ തീരും കേട്ടോ. പിന്നെ വൈകിട്ട് വേറെയും കുറേ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രിക്ക് എല്ലാം ചെയ്തൊക്കെ വെച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചു. ഈ ഓരോ ഐറ്റംസും ഉണ്ടാക്കുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ ഇലയിലൊക്കെ ഇങ്ങനെ സദ്യ എല്ലാ കറികളും കൂട്ടി കഴിച്ചാൽ പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ, ഭയങ്കര ഇഷ്ടമാണ്. സദ്യ ഇഷ്ടമല്ലാത്ത ആരും കാണത്തില്ല കേട്ടോ ഈ ലോകത്ത്. അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇവിടെ മോനും അത് തന്നെ. അവന് പിന്നെ എരിയുള്ള ഐറ്റംസൊക്കെ അതൊന്നും വേണ്ട. അവന് കിച്ചടി, പരിപ്പ്, പിന്നെ തോരൻ, പപ്പടമൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് വേണ്ടുന്നത്. പിന്നെ അങ്ങനെ ആ മോനെയും ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് പായസമൊക്കെ കുടിപ്പിച്ചിട്ട് ഭയങ്കര ഹാപ്പിയായി. ആ ഒരു ഉച്ച സമയമൊക്കെ പോയി കേട്ടോ. പിന്നെ ഇത് വൈകുന്നേര സമയമാണ്. ഡെക്കറേഷൻ്റെ ആ ഒരു സമയത്താണ് കേട്ടോ. ബലൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന് ശേഷം എനിക്കൊന്ന് റെഡി ആവണം കേട്ടോ. ഇപ്പം നമ്മൾ വലിയതായിട്ടൊന്നുമില്ല, ഇങ്ങനെ ഒരു കുറച്ച് പോഷൻ മാത്രം ബലൂണൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവമുള്ളൂ കേട്ടോ. വലിയ വിപുലമായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ കുഞ്ഞ് മറ്റേ ലൈറ്റ് ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണിക്കാം. അതിങ്ങനെ പല കളറിലുണ്ട്, പല ഷെയ്ഡിൽ വരുന്നൊരു സംഭവമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഈ വെട്ടം ഇങ്ങനെ ഇരിക്കുന്നതിൽ നല്ലത് നമ്മൾ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം ഇനി ഇപ്പം ഇത്രയും സമയം ഒരുപാട് പോയിട്ട് 8 മണി 8:30 ആകുമ്പോഴത്തേക്ക് കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാണ് പ്ലാൻ. പിന്നെ അറിയില്ല, ചിലപ്പോൾ അത് 9 മണിയാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് മത്താപ്പൂവും പൂത്തിരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പുറത്ത്. അങ്ങനെ എല്ലാവരും അതൊക്കെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. എന്തായാലും അവന് 5ാമത്തെ വയസ്സാണ് കേട്ടോ. 5ാമത്തെ വയസ്സായതുകൊണ്ട് അത് കുറച്ച് നല്ല രീതിക്ക് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് കേട്ടോ ആ സംഭവങ്ങളൊക്കെ കത്തിച്ചത്. അപ്പം ഞാനും പെട്ടെന്ന് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പുറത്ത് ഭയങ്കരമായിട്ട് മറ്റേ സംഭവങ്ങളൊക്കെ പൊട്ടിക്കുന്ന ബഹളം കേൾക്കുന്ന, അതാണ് കേട്ടോ ഞാൻ പുറത്തോട്ട് നോക്കിയത്. അപ്പം നമുക്കിനി കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണിക്കും. അപ്പം ഇതാണ് കേട്ടോ കേക്ക്. ക്യാപ്റ്റൻ അമേരിക്കയുടെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. പിന്നെ പ്രത്യേകിച്ചുള്ള സാധനങ്ങളൊന്നും വാങ്ങില്ല. ചോക്ലേറ്റും പിന്നെ ബ്രൗണി അതൊക്കെ ഉള്ളായിരുന്നു. പിന്നെ പുറത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ സംഭവങ്ങളൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടിയാണ് കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. നല്ലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പം അങ്ങനെ കേക്കൊക്കെ കൊടുത്ത് നല്ല ടേസ്റ്റുള്ള കേക്കുമായിരുന്നു കേട്ടോ. പിന്നെ മോനോ കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ. അങ്ങനെ നല്ലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം എല്ലാവർക്കും ടാറ്റാ.